നമസ്കാരം. മനുഷ്യൻ്റെ ഭാവനകൾക്കും അപ്പുറത്തുള്ള വിസ്മയങ്ങളും നിഗൂഢതകളും ഒളിഞ്ഞിരിക്കുന്ന ഒന്നാണ് നമ്മുടെ പ്രപഞ്ചം. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തവും ഭീതിജനകവുമായ പ്രതിഭാസങ്ങളായി ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് അതിഭീമൻ ബ്ലാക്ക് ഹോളുകളെയാണ്. പ്രകാശത്തെ പോലും കടത്തിവിടാത്ത ഈ ഗുരുത്വാകർഷണ കേന്ദ്രങ്ങളെക്കുറിച്ച് പതിറ്റാണ്ടുകളായി പഠനങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും ഓരോ പുതിയ കണ്ടെത്തലും ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇപ്പോഴത്തെ കാനഡയിലെ യോർക്ക് സർവകലാശാലയിലെ ഗവേഷകരുടെ നേതൃത്വത്തിൽ ഒരു അതിഭീമൻ ബ്ലാക്ക് ഹോളിന് സമീപം പ്രപഞ്ചത്തിൽ ഇന്നുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയ കൊടുങ്കാറ്റ് കണ്ടെത്തിയിരിക്കുകയാണ്. അൾട്രാ വയലറ്റ് പരിധിയിൽ കണ്ടെത്തിയ ഈ അതിവേഗ പ്രവാഹം പ്രപഞ്ചത്തിൻ്റെ പരിണാമത്തെയും ഗാലക്സികളുടെ രൂപീകരണത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തന്നെ തിരുത്തിക്കുറിക്കുവാൻ പോകുന്ന ഒന്നാണ്. പ്രകാശവേഗതയുടെ 30% വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ കാറ്റ് ബ്ലാക്ക് ഹോളിന് ചുറ്റുമുള്ള ക്വാസറുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ വലിയ ഗാലക്സികളുടെയും കേന്ദ്രഭാഗത്ത് ദശലക്ഷക്കണക്കിന് മുതൽ കോടിക്കണക്കിന് വരെ സൂര്യന്മാരുടെ പിണ്ഡമുള്ള അതിഭീമൻ ബ്ലാക്ക് ഹോളുകൾ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർക്ക് ഇതിനോടകം അറിയാവുന്ന കാര്യമാണ്. പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് പോലെ ബ്ലാക്ക് ഹോളുകൾ തങ്ങൾക്ക് അടുത്തുള്ള എല്ലാ വസ്തുക്കളെയും പൂർണ്ണമായി വിഴുങ്ങാറില്ല. മറിച്ച് ഈ ബ്ലാക്ക് ഹോളുകളുടെ അതിശക്തമായ ഗുരുത്വാകർഷണ വലയത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന ദ്രവ്യങ്ങൾ അതിനു ചുറ്റും ഒരു വലിയ തളികയുടെ രൂപത്തിൽ അതിവേഗം കറങ്ങാൻ തുടങ്ങും. ഭൂമി സൂര്യനെ വലം വയ്ക്കുന്ന ഭ്രമണപഥത്തേക്കാൾ എത്രയോ ഇരട്ടി വലുപ്പമുള്ള ഈ വാതക തളികകൾ സൂര്യൻ്റെ ഉപരിതലത്തേക്കാൾ കോടിക്കണക്കിന് ഇരട്ടി ചൂടുള്ളവയാണ്. അതിശക്തമായി തിളങ്ങുന്ന ഈ വാതക വലയങ്ങളെയാണ് ക്വാസറുകൾ എന്ന് വിളിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ അറ്റത്തു നിന്ന് പോലും ദൃശ്യമാകുന്നത്ര തീവ്രമായ പ്രകാശമാണ് ഇവ പുറത്തുവിടുന്നത്. ഈ അത്യുഷ്ണ വാതക തളികകളിൽ നിന്നാണ് പ്രപഞ്ചത്തെ വിറപ്പിക്കുന്ന ഇത്തരം അതിവേഗ കൊടുങ്കാറ്റുകൾ രൂപപ്പെടുന്നത്. പെഗാസസ് നക്ഷത്ര സമൂഹത്തിലെ ഗ്രേറ്റ് സ്ക്വയർ എന്ന മേഖലയിലാണ് ശാസ്ത്രജ്ഞർ ഈ സവിശേഷമായ ക്വാസർ കണ്ടെത്തിയിരിക്കുന്നത്. J2318 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ക്വാസറിൻ്റെ കേന്ദ്രത്തിലുള്ള ബ്ലാക്ക് ഹോളിന് നമ്മുടെ സൂര്യൻ്റെ 170 കോടി ഇരട്ടി പിണ്ഡമുണ്ട്. ഒരു ബ്ലാക്ക് ഹോളിനെ സംബന്ധിച്ച് ഈ വലിപ്പം സാധാരണമാണ് എങ്കിലും ഇതിൽ നിന്ന് പുറപ്പെടുന്ന കാറ്റിൻ്റെ വേഗതയാണ് ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള വാതകങ്ങൾ പ്രകാശവേഗതയുടെ 30% വേഗതയിലാണ്, അതായത് സെക്കൻഡിൽ ഏകദേശം 90,000 കിലോമീറ്റർ വേഗതയിൽ നമ്മെ ലക്ഷ്യമാക്കി പാഞ്ഞെടുക്കുന്നു. ഭൂമിയിലെ ചുഴലിക്കാറ്റുകളുടെ വേഗത അളക്കുന്ന അളവുകോലുകൾ വച്ച് നോക്കുകയാണെങ്കിൽ ഇതിനെ ഒരു കാറ്റഗറി 79 ചുഴലിക്കാറ്റ് എന്ന് വിളിക്കേണ്ടി വരും. ഭൂമിയിലെ ഓരോ കാറ്റഗറി ചുഴലിക്കാറ്റും തൊട്ട് താഴെയുള്ളതിനേക്കാൾ 20% വേഗതയേറിയതാണ് എന്ന കണക്ക് വെച്ചാണ് ഗവേഷകർ ഈ ഭീമാകാരമായ വേഗതയെ വിശേഷിപ്പിച്ചത്. എക്സ്റേ തരംഗദൈർഘ്യത്തിൽ ഇതിലും വേഗതയേറിയ കാറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും അൾട്രാ വയലറ്റ് തരംഗദൈർഘ്യത്തിൽ കണ്ടെത്തിയ ഏറ്റവും വേഗതയേറിയ കാറ്റാണിത്. ഭൂമിയിലെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന കാറ്റുകൾ പ്രധാനമായും വായുമർദ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാരണമാണ് സംഭവിക്കാറുള്ളത്. എന്നാൽ ക്വാസറുകളിൽ നിന്നുള്ള ഈ അതിവേഗ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നത് പ്രകാശത്തിൻ്റെ തന്നെ ശക്തിയിലാണ്. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണങ്ങളായ ഫോട്ടോണുകൾ വാതകങ്ങളിലെ ആറ്റങ്ങളിൽ തട്ടുകയോ അവയാൽ ആഗിരണം ചെയ്യപ്പെടുകയോ ചെയ്യുമ്പോൾ ആറ്റങ്ങൾക്ക് വലിയ വേഗത കൈവരുന്നു. ക്വാസറുകൾ പുറപ്പെടുവിക്കുന്ന കോടിക്കണക്കിന് ഫോട്ടോണുകളുടെ തുടർച്ചയായ ഈ തള്ളൽ കാരണമാണ് വാതകങ്ങൾക്ക് ഇത്രയും വലിയ വേഗത ലഭിക്കുന്നത്. എന്നാൽ ഇതിലൊരു വലിയ ശാസ്ത്രീയ പ്രതിസന്ധിയുണ്ട്. ഈ പ്രകാശകണങ്ങൾ വാതകങ്ങളിലെ ആറ്റങ്ങളിൽ നിന്ന് ഇലക്ട്രോണുകളെ പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അവ ശാസ്ത്രജ്ഞർക്ക് ദൃശ്യമാകാതെ പോകും. ഇത്രയും വലിയ വേഗതയിൽ വാതകങ്ങളെ തള്ളിവിടുമ്പോൾ അതിലെ കാർബൺ, സിലിക്കൺ അയോണുകളെ തകരാതെ എങ്ങനെ നിലനിർത്തുന്നു എന്നത് ശാസ്ത്രജ്ഞരെ ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു വലിയ സമസ്യയാണ്. സ്ലോൺ ഡിജിറ്റൽ സ്കൈ സർവേ എന്ന അന്താരാഷ്ട്ര ആകാശ നിരീക്ഷണ പദ്ധതിയിലൂടെയാണ് ഈ സുപ്രധാന കണ്ടെത്തൽ സാധ്യമായത്. 1998 മുതൽ നൂറുകണക്കിന് ജ്യോതിശാസ്ത്രജ്ഞർ പങ്കാളികളായ ഈ പദ്ധതിയുടെ ടൈം ഡൊമൈൻ സ്പെക്ട്രോസ്കോപ്പിക് സർവേ, ബ്ലാക്ക് ഹോൾ മാപ്പർ എന്നീ സംവിധാനങ്ങളാണ് ഇതിനായി ഉപയോഗിച്ചത്. 2023 യോർക്ക് സർവകലാശാലയിലെ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്ന മരിയാന വെൽട്രി ആണ് ഈ ക്വാസറിൽ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് ആദ്യം കണ്ടെത്തുന്നത്. തുടർന്ന് മറ്റൊരു വിദ്യാർത്ഥിയായ സൗഷ സു വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രൊഫസർ പാട്രിക് ഹാൾ ഇത് പരിശോധിച്ചപ്പോഴാണ് ഇതിലെ കാറ്റിൻ്റെ അസാധാരണമായ വേഗത തിരിച്ചറിയുന്നത്. ഉടൻ തന്നെ ഹവായിലെ 8 മീറ്റർ വ്യാസമുള്ള പ്രശസ്തമായ ഫ്രെഡറിക് സി ഗില്ലറ്റ് ജെമിനി ടെലസ്കോപ്പ് ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുകയും ഈ റെക്കോർഡ് വേഗത സ്ഥിരീകരിക്കുകയും ചെയ്തു. മുൻകാലങ്ങളിൽ PhD ഗവേഷകർ മാത്രം ചെയ്തിരുന്ന ഇത്തരം വലിയ കണ്ടെത്തലുകൾ നടത്താൻ ഇന്ന് സാധാരണ ബിരുദ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നത് ജ്യോതിശാസ്ത്ര രംഗത്തെ സാങ്കേതിക മുന്നേറ്റത്തിൻ്റെ തെളിവാണ്. ഈ കണ്ടെത്തൽ കേവലം ഒരു റെക്കോർഡ് നേട്ടം മാത്രമല്ല, മറിച്ച് ഗാലക്സികളുടെ രൂപീകരണത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ വലിയൊരു മിസ്സിംഗ് ലിങ്ക് അഥവാ വിട്ടുപോയ കണ്ണിയാണ്. ഇത്തരം അതിവേഗ പ്രവാഹങ്ങൾ അവ ഉൾക്കൊള്ളുന്ന ഗാലക്സികളെ മൊത്തമായി സ്വാധീനിക്കാൻ തക്ക വലിയ ഊർജ്ജമാണ് പുറത്തുവിടുന്നത്. ഒരു ഗാലക്സിയുടെ കേന്ദ്രഭാഗവും അതിൻ്റെ ബാക്കി ഭാഗങ്ങളും തമ്മിലുള്ള പരസ്പര പ്രതിപ്രവർത്തനങ്ങളെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും.
കഴിഞ്ഞ 20 വർഷത്തെ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ ക്വാസറിൻ്റെ വെളിച്ചത്തിൽ പ്രകടമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിലും അതിൽ നിന്നുള്ള പ്രകാശം ആഗിരണം ചെയ്യപ്പെടുന്ന അളവിൽ മാറ്റം വരുന്നുണ്ട്. ഇതിനർത്ഥം അവിടുത്തെ കാറ്റിൻ്റെ അവസ്ഥ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നുവെന്നാണ്. പ്രപഞ്ചത്തിൻ്റെ തുടക്കം മുതലുള്ള ദൂരങ്ങളിൽ ഇത്തരം അതിവേഗ കാറ്റുകൾ ഇനിയും ഒളിഞ്ഞിരിപ്പുണ്ടാകാമെന്നും അവയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുമെന്നുമാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഇത്തരം പഠനങ്ങൾ വരും തലമുറയിലെ ശാസ്ത്രജ്ഞർക്ക് വലിയൊരു പ്രചോദനമായി തീരും. വെബ് ഡെസ്ക് തത്വമൈ TV.